ഈസി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ദം ബിരിയാണി തയ്യാറാക്കിയെടുക്കുക. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ ചിക്കനിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അത്യാവശ്യം വലിയ പീസായിട്ട് എടുത്തിട്ടുള്ളത്. അതിന് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ്, അതിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തൈര്. നമ്മൾ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ തന്നെ കൈ വെച്ച് മിക്സ് ചെയ്യാം. ഇങ്ങനെ മുളക് പൊടിയൊക്കെ ഇടുകയാണെങ്കിലേ നമ്മൾ ആ പൊരിച്ച ടേസ്റ്റും കിട്ടും, വെള്ള കളറായിട്ട് മാറി നിൽക്കുകയൊന്നുമില്ല കേട്ടോ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിലാണ് നമ്മൾ ദമ്മിടുന്നതും, അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ക്യാരറ്റും ഉള്ളിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിഞ്ഞു പോകാണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആദ്യം ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് കരിയാണ്ട് തന്നെ പൊരിച്ച് കോരാം. ഓവർ പൊരിഞ്ഞിട്ട് കോരാൻ നിൽക്കരുത്. ഏകദേശം ഇങ്ങനെ ആയി കിട്ടിയാൽ നമുക്ക് കോരാം. കോരുമ്പോൾ ഒരു പദം ഉണ്ടാവും, പിന്നെ അങ്ങ് ശരിയായിക്കോളും. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പിട്ടുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, മൂടി വെച്ച് വേവിച്ചെടുക്കാം. കരിഞ്ഞു പോകാണ്ട് നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചതച്ചാൽ മതി, അങ്ങനെ പേസ്റ്റ് ആയി പോയതാണ്. എന്നിട്ട് നല്ലപോലെ പച്ചമണം മാറി കിട്ടുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. 2 വലിയ ഉള്ളിയും 3 അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. അങ്ങനെ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മൂടി വെച്ച് നല്ല സോഫ്റ്റായിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു ചിക്കൻ്റെ മിക്സില്ലേ, നമ്മൾ ആ ആക്കി വെച്ച മിക്സും കൂടി വെച്ച് കൊടുക്കുക. എനിക്കൊന്നൊരു 10 മിനിറ്റോളം ഇതാണ് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. നല്ല പോലെ തിള വന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ പൊരിച്ച് വെച്ച ഉള്ളീൻ്റെ ആ അതും കൂടി ഇട്ട് കൊടുക്കുക. പകുതി മാത്രം ഇട്ടാൽ മതി, ഫുൾ ഇടരുത് കേട്ടോ. പിന്നെ കുറച്ച് 1 ടീസ്പൂണോളം നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് ആദ്യത്തെ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. കുറച്ചുകൂടി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മൂടി വെച്ച് വേവിച്ചെടുക്കുക. അത് അപ്പുറത്തെ അടുപ്പിലാവുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറം ചോറ് വെക്കാം. ആദ്യം സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ഒക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ 1/4 കപ്പ് മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഉപ്പ്, അതുപോലെ ക്യാരറ്റും അരമുറി തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലില്ലേ തക്കാളിയൊക്കെ ചേർത്ത് ഇങ്ങനെ ചോറ് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പം അരിയും കൂടി ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ചോറ് നമ്മളൊരു 1/4 ഭാഗം മാത്രമേ വേവിക്കുന്നുള്ളൂ. എന്താ വെച്ചാൽ ആ മസാലയിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 1/4 ഭാഗം വേവിച്ചതിന് ശേഷം മസാലയിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മസാല ആയി വന്നാൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതൊക്കെ ഇട്ടാലേ ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ആ ചോറ് ഏകദേശം ആയിട്ടുണ്ട്. ഒരു 1/4 ഭാഗമായി വന്നാൽ നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല അടി കൂട്ടി നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചോറും കൂടി മേലിട്ട് കൊടുക്കുക. 1/4 ഭാഗം വെന്ത് കഴിഞ്ഞാൽ ബാക്കി ഈ ഒരു മസാലേൻ്റെ വെള്ളത്തിൽ നിന്ന് അങ്ങ് ആയി കിട്ടിക്കോളൂ കേട്ടോ. എന്നിട്ട് അത് ആ ചോറൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. കുറച്ച് നമ്മൾ വറുത്ത് വെച്ച ഉള്ളീൻ്റെ മിക്സും കുറച്ചും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതന്നെ ഈ ലെയർ 2ആക്കി സെറ്റ് ചെയ്യാം. ഇതിൻ്റെ മേലെയായിട്ടും കുറച്ച് ഗരം മസാലയും അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ആ ഉള്ളിയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയില്ലേ ഒരു അരമണിക്കൂർ ഇതൊന്ന് ദം ചെയ്ത് വെക്കണം. അരമണിക്കൂർ കറക്റ്റ് വെക്കണം കേട്ടോ, എന്നാലാണ് സെറ്റ് ആവുള്ളൂ. അരമണിക്കൂറിന് ശേഷം നമ്മളെ ചോറൊക്കെ നല്ല പോലെ തന്നെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി ബിരിയാണിയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ദം ചെയ്തെടുക്കാൻ. അപ്പോൾ ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ചോറ് വെച്ച പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെയെന്ന് പറയാൻ അധികം അങ്ങനെ ഇളക്കി കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. അത് അത്യാവശ്യം ചോറൊക്കെ വിട്ട് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ 1-2 വട്ടം മറിച്ചിട്ടാൽ മതി. ഇനി മസാല വേറെ ചോറ് വേറെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ ഞാനൊന്ന് പ്രൊഫഷണലായിട്ട് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.